ഹലോ ഫ്രണ്ട്സ്, 9ാം ക്ലാസ് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഹിസ്റ്ററിയിലെ 7ാമത്തെ പാഠമായ കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ എന്ന പാഠമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കേരളത്തിൻ്റെ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് CE 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയാണ്. നാടുകളെക്കുറിച്ച് നോക്കാം. കേരളത്തിലെ നാടുകളെക്കുറിച്ച് പ്രധാനമായിട്ടും വിവരങ്ങൾ ലഭിക്കുന്നത് വട്ടെഴുത്തു ലിഖിതങ്ങളിൽ നിന്നുമാണ്. തമിഴക കാലം തൊട്ട് നാടുകൾ വളർന്നു വന്നിരുന്നു. ജനങ്ങൾ കൃഷി ചെയ്ത് താമസിച്ചിരുന്ന പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് നാടുകൾ എന്നാണ്. നിരവധി കുടികളും ഊരുകളും ചേർന്നതായിരുന്നു നാടുകൾ. കുടി, കൃഷി ചെയ്യുന്ന തൊഴിൽ കൂട്ടങ്ങളിലെ കുടുംബങ്ങളായിരുന്നു കുടികൾ. കുടികളുടെ അധിപനാണ് കുടിപതി. ഊര്, നിരവധി കുടികൾ ചേർന്ന് ഊരുകൾ രൂപം കൊണ്ടു. ഊരിൻ്റെ അധിപന്മാർ ഊരാളന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നാട്, നിരവധി ഊരുകൾ ചേർന്ന് രൂപപ്പെടുന്നതാണ് നാടുകൾ. നാടുകൾക്ക് മേൽ അധികാരമുണ്ടായിരുന്നവരാണ് നാടുവാഴികൾ. തരിസാപ്പള്ളി ലിഖിതങ്ങൾ. മധ്യകാല കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വട്ടെഴുത്തു ലിപിയിലുള്ളതാണ് ഈ ലിഖിതം. പെരുമാൾ രാജാവായ സ്ഥാണു രവിയുടെ 5ാമത്തെ ഭരണവർഷത്തിൽ വേണാട് നാടുവാഴിയായ അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ഭൂമിദാനം കൊടുക്കുന്നതിൻ്റെ വിവരങ്ങളാണ് ഈ രേഖയിൽ ഉള്ളത്. പെരുമാക്കന്മാർ. പെരുമാക്കന്മാരുടെ ഭരണം അംഗീകരിച്ചാണ് കേരളത്തിലെ നാടുകളെല്ലാം ഭരണം നടത്തിയിരുന്നത്. പെരുമാക്കന്മാരുടെ ഭരണം അംഗീകരിച്ചിരുന്നത് വടക്ക് കോലത്തുനാട് മുതൽ തെക്ക് വേങ്ങാട് വരെയുള്ള 14 നാടുകളാണ്. കേരളത്തിൽ ആദ്യമായൊരു കേന്ദ്രീകൃത ഭരണം സ്ഥാപിതമായത് പെരുമാക്കന്മാരുടെ കാലഘട്ടത്താണ്. CE 800 മുതൽ 1122 വരെയുള്ള കാലത്ത് മഹോദയപുരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്നത് രാജശേഖരൻ മുതൽ രാമകുലശേഖരൻ വരെയുള്ള രാജാക്കന്മാരാണ്. പെരുമാക്കന്മാരുടെ ഭരണത്തിൻ്റെ സവിശേഷതകൾ നോക്കിയാൽ പെരുമാക്കന്മാർക്ക് കോയിലധികാരികൾ എന്ന പ്രതിനിധികൾ ഉണ്ടായിരുന്നു. പെരുമാളിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്ന ബ്രാഹ്മണ സമിതിയാണ് നാലുതളി. പെരുമാളിൻ്റെ സൈനിക കൂട്ടം അറിയപ്പെട്ടിരുന്നത് 1000 എന്നാണ്. നാടുകൾ, നഗരങ്ങൾ, ബ്രാഹ്മണ ഗ്രാമങ്ങൾ, ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും പെരുമാൾ നികുതി ഈടാക്കിയിരുന്നു. മഹോദയപുരത്ത് പെരുമാക്കന്മാർ CE 800 മുതൽ 1122 വരെ. രാജശേഖരൻ, സ്ഥാണുരവി, കോതരവി, കോത കേരള കേസരി, ഇന്ദുകോത, ഭാസ്കര രവി, രവി കോത, ആദിത്യൻ കോത, രാമകുലശേഖരൻ തുടങ്ങിയവരാണ്. മധ്യകാല കേരളത്തിലെ നാടുകളെക്കുറിച്ച് നോക്കാം. സ്വരൂപങ്ങൾ. പെരുമാക്കന്മാരുടെ കേന്ദ്രീകൃത ഭരണം അവസാനിച്ച കാലഘട്ടമാണ് CE 12ാം നൂറ്റാണ്ട്. സ്വതന്ത്രമായ നാടുകളിൽ വളർന്നു വന്ന അധികാരസ്ഥാനങ്ങൾ അറിയപ്പെട്ടിരുന്നത് നാടുവാഴി സ്വരൂപങ്ങൾ എന്നാണ്. സ്വരൂപങ്ങൾക്ക് സൈനിക കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. നാടുവാഴികൾ സ്വരൂപങ്ങൾ ഓരോന്നും അധികാരം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് പരസ്പരം കലഹിക്കുകയും പൊതുശത്രുവിനെതിരെ സഹകരിക്കുകയും ചെയ്തു. 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ കേരള തീരത്ത് കച്ചവടത്തിനായിട്ട് എത്തിയ വിദേശികളാണ് പോർട്ടുഗീസുകാരും ഡച്ചുകാരും. പ്രധാന നാടുവാഴി സ്വരൂപങ്ങൾ: കോല സ്വരൂപം കോലത്തുനാട്, നെടിയിരുപ്പ് സ്വരൂപം ഏറനാട്, പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി, തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്. മൈസൂർ സുൽത്താൻമാരെ കുറിച്ച് നോക്കാം. 18ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ കേരളത്തിലേക്ക് പട നയിച്ച മൈസൂർ ഭരണാധികാരികളാണ് ഹൈദരലിയും ടിപ്പു സുൽത്താനും. ഹൈദരലിയുടെ പുത്രനാണ് ടിപ്പു സുൽത്താൻ. മലബാർ കേന്ദ്രീകരിച്ചായിരുന്നു മൈസൂർ സുൽത്താൻമാർ ഭരണം നടത്തിയിരുന്നത്. മൈസൂർ സുൽത്താൻമാരുടെ മലബാറിലെ ഭരണകാലഘട്ടമാണ് 1766 മുതൽ 1792 വരെ. മൈസൂർ സുൽത്താൻമാരുടെ അധീനതയിലായ പ്രദേശങ്ങളാണ് നെടിയിരുപ്പും കോല സ്വരൂപവും മറ്റു ചെറു സ്വരൂപങ്ങളും. ഇക്കാലയളവിൽ മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണം ഭയന്ന് മിക്ക നാടുവാഴികളും ദേശവാഴികളും പലായനം ചെയ്തത് വേനാട്ടിലോട്ടാണ്. മൈസൂർ സുൽത്താൻമാരുടെ ഭരണകാലഘട്ടത്ത് കേരളം 3 മേഖലകളായിട്ട് മാറി. അവയാണ് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. 18ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടെ
ടിപ്പുവിനെ പരാജയപ്പെടുത്തിയത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. സ്വതന്ത്ര ഭരണാധികാരികൾ എന്ന നിലയിലുള്ള നാടുവാഴി സ്വരൂപങ്ങളുടെ അധികാരം മലബാറിൽ ഇതോടെ അവസാനിക്കുകയും തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങളായിട്ട് തുടരുകയും ചെയ്തു. അടുത്തതായിട്ട് മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് നോക്കാം. വേണാടിനെ ആധുനികതയിലേക്ക് നയിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. വേണാടിനെ തിരുവിതാംകൂർ എന്ന ആധുനിക രാജ്യമാക്കി മാറ്റിയ ഭരണാധികാരി. ഭരണരംഗം നവീകരിച്ചും സൈന്യത്തെ ശക്തമാക്കിയും 18-ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മയുടെ ഭരണത്തിന് കീഴിൽ ശക്തമായ നാട്ടുരാജ്യമായിട്ട് തിരുവിതാംകൂർ വളർന്നു വന്നു. ഭൂ ഉടമാവകാശങ്ങളെക്കുറിച്ച് നോക്കാം. മധ്യകാലത്ത് ഉടമാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ വിഭജിച്ചിരുന്നത് ചേരിക്കൽ, ബ്രഹ്മസ്വം, ദേവസ്വം എന്നിങ്ങനെയാണ്. ചേരിക്കലെ നോക്കിയാൽ നാടുവാഴികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയാണ് ചേരിക്കൽ. ബ്രഹ്മസ്വം ബ്രാഹ്മണരുടെ അധീനതയിലുള്ള ഭൂമി. ദേവസ്വം ക്ഷേത്രങ്ങളുടെ അധീനതയിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ ഉള്ള ഭൂമിയാണ് ദേവസ്വം. ദേവസ്വം ഭൂമിയുടെ അവകാശികൾ അറിയപ്പെട്ടിരുന്നത് ഊരാളർ എന്നാണ്. രാജാക്കന്മാരോ ബ്രാഹ്മണരോ ക്ഷേത്രത്തിലെ ആളുകളോ നേരിട്ട് ദേവസ്വം ഭൂമിയിൽ കൃഷി ചെയ്തിരുന്നില്ല. ഇവർ ഭൂമി ഇടനിലക്കാർക്ക് കൃഷി ചെയ്യുന്നതിനായിട്ട് നൽകി. ദേവസ്വം ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന ഇടനിലക്കാർ അറിയപ്പെട്ടിരുന്നത് കാരാളർ എന്നാണ്. ജന്മി 12-ാം നൂറ്റാണ്ടിൽ മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്ത് ഭൂമിയുടെ ഉടമസ്ഥാവകാശങ്ങളിൽ മാറ്റങ്ങൾ വന്നു. ഭൂമിയുടെ മേലുള്ള അവകാശം തലമുറകളിലൂടെ കൈമാറി വന്നിരുന്ന ജന്മാവകാശമായിട്ട് മാറി. ഇത്തരം ഭൂമി അറിയപ്പെട്ടിരുന്നത് ജന്മം ഭൂമി എന്നാണ്. ജന്മം ഭൂമിയിൽ ഉടമസ്ഥാവകാശമുള്ളവർ അറിയപ്പെട്ടിരുന്നത് ജന്മി എന്നാണ്. ജന്മിമാരുടെ കാലത്ത് വലിയ തോതിൽ പ്രചാരം നേടിയ പാട്ടം സമ്പ്രദായമാണ് വെറും പാട്ടം സമ്പ്രദായം. ഉൽപാദനത്തിന്റെ ഒരു നിശ്ചിത പങ്ക് ജന്മിക്ക് പാട്ടമായിട്ട് നൽകണമെന്ന വ്യവസ്ഥയിൽ ജന്മിമാർ കുടിയാന്മാർക്ക് നൽകിയ ഭൂമി അറിയപ്പെട്ടിരുന്നത് വെറും പാട്ടം ഭൂമി എന്നാണ്. പെരുമാൾ കാലത്തിന് ശേഷം വലിയ പ്രചാരം നേടിയ പണയപ്പാട്ടം വ്യവസ്ഥയാണ് കാണം, തുടർന്ന് ഒറ്റിയൊക്കെ. കാണം, ഒറ്റി എന്നീ വ്യവസ്ഥ പ്രകാരം ഉള്ള ഭൂമി വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കാണക്കുടിയന് അവകാശമില്ല. കൃഷി ചെയ്യാനുള്ള അവകാശം മാത്രമേ കാണക്കുടിയന് ഉണ്ടായിരുന്നുള്ളൂ. കായ്ച്ചു തുടങ്ങാത്ത ഫലവൃക്ഷ തൈകളെ പാട്ടം കണക്കാക്കുന്നതിന് നിന്നും ജന്മിമാർ ഒഴിവാക്കിയിരുന്ന നികുതി ഇളവാണ് കുഴിക്കാണം. ഭൂസർവേ ആദ്യമായി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയത് 18-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിലാണ്. കൃഷിഭൂമിയിലെ മൊത്തം ഉൽപാദനം കണക്കാക്കി അതിൻ്റെ നിശ്ചിത ഭാഗം നികുതിയായിട്ട് പിരിച്ചെടുക്കുന്ന സമ്പ്രദായമാണ് മൈസൂർ സുൽത്താൻമാർ സ്വീകരിച്ചത്. പിന്നീട് ബ്രിട്ടീഷുകാർ ഭൂസർവേ നടത്തി ഓരോ ഭൂമിയും ഏക്കർ, സെന്റ് എന്നിങ്ങനെ തിരിച്ച് സർവേ നമ്പർ കൊടുത്ത് രേഖപ്പെടുത്തി. കൊച്ചിയിലും തിരുവിതാംകൂറിലും സമാനമായ ഭൂസർവേകൾ നടന്നു. കൊച്ചിയിലെ ഭൂസർവേ അറിയപ്പെടുന്നത് കേട്ടെഴുത്ത് എന്നാണ്. തിരുവിതാംകൂറിലെ ഭൂസർവേ അറിയപ്പെട്ടത് കണ്ടെഴുത്തും എന്നുമാണ്. കൃഷിയും തൊഴിൽ കൂട്ടങ്ങളും. ഇടവപ്പാതിയും തുലാവർഷവും ആശ്രയിച്ചുള്ള കൃഷിയാണ് മധ്യ കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇടവപ്പാതി അറിയപ്പെട്ടിരുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്നാണ്. തുലാവർഷം അറിയപ്പെട്ടിരുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ. മധ്യകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന പ്രധാന നെൽവിത്തനങ്ങളെ നോക്കിയാൽ തവളക്കണ്ണൻ, ഒറ്റലമൂടൻ, ഏച്ചിലാടൻ, ചോമാല, പെരിയവിത്ത്, നഗര, കരുവള, എറയൻ, ആര്യങ്കാളി, കറുത്തോടക്കൻ, കയ്യാള, കറുത്ത കൊയ്യാള, വില്ലൻ, കവുങ്ങും പൂത്തോള, കോഴിവാലൻ, വെളുത്ത കൊയ്യാള തുടങ്ങിയവയൊക്കെയാണ്. വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ട ജനസമൂഹം കേരളത്തിൽ രൂപം കൊണ്ടതും അവർ ഓരോ ജാതികളായിട്ട് പരിണമിച്ചതും മധ്യകാലത്താണ്. മധ്യകാലത്തുണ്ടായിരുന്ന പ്രധാന തൊഴിൽ കൂട്ടങ്ങളെ നോക്കിയാൽ കൃഷിയും കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടവർ, കരകൗശല ലോഹ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടവർ, കച്ചവടമായിട്ട് ബന്ധപ്പെട്ടവർ, തുണി നെയ്ത്ത്, എണ്ണയാട്ടൽ തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ടവർ, ക്ഷേത്രാചാരവുമായിട്ട് ബന്ധപ്പെട്ടവർ, നാടുവഴി സ്വരൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഉദ്യോഗസ്ഥർ, വയലിൽ കൃഷി ചെയ്തിരുന്നവരായ മധ്യകാല കേരളത്തിലെ ജാതി ശ്രേണിയിൽ ഏറ്റവും താഴെത്തട്ടിലുണ്ടായിരുന്നവരാണ് അടിയാളർ. മധ്യകാല കേരളത്തിലെ ജാതി ശ്രേണിയിൽ ഏറ്റവും
മുകൾ തട്ടിൽ ഉണ്ടായിരുന്നവരാണ് ബ്രാഹ്മണർ. കുലത്തൊഴിലിന് അനുസരിച്ച് മറ്റ് ജാതികളുടെ സ്ഥാനം ഈ രണ്ട് തട്ടുകൾക്കും ഇടയിലായിരുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിൽ ശുദ്ധ അശുദ്ധ സങ്കല്പങ്ങളും മധ്യകാല കേരളത്തിൽ വളർന്നു വന്നു. മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയോടെ ജനസമൂഹത്തെ ജാതി തിരിച്ച് രേഖപ്പെടുത്തി. ഇതോടെ കുലത്തൊഴിൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും ജാതി എന്നത് ജന്മനാൽ രേഖപ്പെടുത്തുന്ന ഒന്നായിട്ട് മാറി. കച്ചവട ബന്ധങ്ങൾ. മധ്യകാല കേരളത്തിലെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളാണ് കൊല്ലം, കൊടുങ്ങല്ലൂർ, പന്തലായനി, കോഴിക്കോട്, മാടായി, വളപട്ടണം. മധ്യകാല കേരളത്തിലെ നിലനിന്നിരുന്ന വിവിധ തരം കച്ചവടങ്ങൾ നോക്കിയാൽ പ്രാദേശിക കച്ചവടം, ദൂരദേശ കച്ചവടം, വിദേശ കച്ചവടമൊക്കെയാണ്. മധ്യകാല കേരളത്തിൽ 14-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങളാണ് അഞ്ചുവണ്ണം, തുടർന്ന് മണിഗ്രാമമൊക്കെയാണ്. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പോർച്ചുഗീസുകാർ മലബാർ തീരത്ത് എത്തുന്നത് വരെ അറബികളും ചൈനക്കാരുമായിട്ടും ആയിരുന്നു പ്രധാന കച്ചവടക്കാർ. യൂറോപ്യന്മാരുടെ വരവോടുകൂടി അറബ് ചൈനീസ് കച്ചവടങ്ങൾക്ക് കോട്ടം തട്ടുകെട്ടുണ്ടാക്കി. പ്രാദേശിക കച്ചവടം. ചന്തകളും അങ്ങാടികളും ആയിരുന്നു പ്രധാന പ്രാദേശിക കച്ചവട കേന്ദ്രങ്ങൾ. നെല്ല്, അരി, പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, വെറ്റില, ഉപ്പ്, മീൻ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളായിരുന്നു കൈമാറ്റം ചെയ്തിരുന്നത്. ദൂരദേശ കച്ചവടം. തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, കലിംഗം, ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളുമായിട്ടായിരുന്നു ദൂരദേശ കച്ചവടം. തമിഴ് ബ്രാഹ്മണരും ചെട്ടിമാരുമായിരുന്നു പ്രധാന കച്ചവടക്കാർ. കുരുമുളക്, ഇഞ്ചി, കറുവപ്പട്ട, തുണിത്തരങ്ങൾ, കുതിരകൾ എന്നിവ ഇവിടേക്ക് കൊണ്ടുവന്നു. കുരുമുളകും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. വിദേശ കച്ചവടം. അറബികൾ, ചൈനക്കാർ, യൂറോപ്യർ തുടങ്ങിയവരായിരുന്നു പ്രധാന വിദേശ കച്ചവടക്കാർ. അരി, മുളക്, പരുത്തി, പട്ട്, ഏലം, മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ, തേങ്ങ എന്നിവ ഇവിടെ നിന്നും കൊണ്ടുപോയ സാധനങ്ങൾ ആയിരുന്നു. സ്വർണം, ചെമ്പ്, ചീനക്കളി, മൺപാത്രങ്ങൾ, ചീനപ്പട്ട് തുടങ്ങിയവ അക്കാലത്ത് കേരളത്തിൽ എത്തിയിരുന്നു. സാംസ്കാരിക സമന്വയം. കേരളത്തിൻ്റെ സാംസ്കാരിക സമന്വയത്തിൽ കച്ചവട ബന്ധങ്ങൾക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വിവിധ മതവിഭാഗങ്ങൾ പരസ്പര സൗഹാർദ്ദത്തോടെ ഒത്തൊരുമിച്ച് അധിവസിക്കുന്ന ഒരു ഭൂപ്രദേശമായിട്ട് നമ്മുടെ നാട് മാറിയത് മധ്യകാലത്താണ്. മധ്യകാലഘട്ടത്തിൽ നാടുവാഴികൾ ബ്രാഹ്മണർക്കും ക്ഷേത്രങ്ങൾക്കും ഭൂമിയും മറ്റും ദാനമായിട്ട് നൽകി. ബ്രാഹ്മണരും ജൈന ബുദ്ധ മതവിഭാഗങ്ങളും ജൂത ക്രൈസ്തവ ഇസ്ലാം മതങ്ങളും കേരളത്തിൽ വ്യാപിച്ചത് മധ്യകാലത്താണ്. ജൈന ബുദ്ധ ജൂത ക്രൈസ്തവ ഇസ്ലാം മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും നാടുവാഴികൾ പലതരത്തിലുള്ള അവകാശങ്ങൾ നൽകിയിരുന്നു. മൂഷക വംശകാവ്യത്തെക്കുറിച്ച് നോക്കാം. മൂഷക വംശകാവ്യം രചിക്കപ്പെട്ടത് 11-ാം നൂറ്റാണ്ടിലാണ്. 6-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ കോലത്ത് നാട് ഭരിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ രാമക്കടൻ മുതൽ ശ്രീകണ്ഠൻ വരെയുള്ള 119ഓളം രാജാക്കന്മാരുടെ ഭരണകാലത്താണ് മൂഷക രാജവംശത്തിൽ വിവരിക്കുന്നത്. കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ വംശാവലി ചരിതമാണ് മൂഷക വംശകാവ്യം. മൂഷക വംശകാവ്യം രചിച്ചത് അതുലനാണ്. ഏത് രാജാവിൻ്റെ കൊട്ടാരം കവിയായിരുന്നു അതുലൻ? ശ്രീകണ്ഠൻ. തുഫത്തുൽ മുജാഹിദീനെ കുറിച്ച് നോക്കാം. മധ്യകാല കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. പോർട്ടുഗീസുകാരുടെ അധിനിവേശവും അവർ നടത്തിയ ആക്രമണങ്ങളും അതിനെതിരായ ചെറുത്തുനിൽപ്പുകളും ചർച്ച ചെയ്യുന്ന കൃതിയാണ് ഇത്. തുഫത്തുൽ മുജാഹിദീൻ രചിച്ചത് ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ്. തുഫത്തുൽ മുജാഹിദീൻ രചിച്ച കാലഘട്ടം 16-ാം നൂറ്റാണ്ടാണ്. തുഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ അറബി ഭാഷയാണ്. CE 10-11 നൂറ്റാണ്ടുകളിൽ കേരളം സന്ദർശിച്ച സഞ്ചാരിയാണ് അൽ ബറൂണി. CE 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ സഞ്ചാരി അബ്ദുൽ റസാഖാണ്. നാടുവാഴികൾ നൽകിയ അവകാശങ്ങൾ. തെക്കൻ തിരുവിതാംകൂറിലെ ആയ രാജാവ് വിക്രമാദിത്യ വരഗുണൻ 9-ാം നൂറ്റാണ്ടിൽ ശ്രീമൂലവാസത്തെ ബുദ്ധമത മന്ദിരത്തിന് കൊടുത്ത അവകാശങ്ങളാണ് പാലിയം ചെപ്പേഡ്. CE 9, 10, 11 നൂറ്റാണ്ടുകളിൽ താഴേക്കാവ്, കീണാലൂർ, ആലത്തൂർ, തിരുമണ്ണൂർ, ചിതറാൽ
എന്നിവിടങ്ങളിൽ ജൈന മന്ദിരങ്ങൾക്ക് ചെയ്ത ദാനങ്ങളാണ് തിരുമണ്ണൂർ ശാസനം. വേനാട് നാട് വഴി അയ്യനടികൾ CE 9-ാം നൂറ്റാണ്ടിൽ മണിഗ്രാമം കച്ചവട സംഘത്തിൽപ്പെട്ട മിർസപ്പീർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് കൊല്ലം നഗരത്തിൽ കച്ചവടം ചെയ്യാനും തരിസാപ്പള്ളി പണിയാനും നൽകിയ അവകാശം തരിസാപ്പള്ളി ശാസനം എന്നറിയപ്പെട്ടു. 5 വണ്ണം കച്ചവട സംഘത്തിൽപ്പെട്ട ജോസഫ് റബ്ബാൻ എന്ന ജൂത വ്യാപാരിക്ക് കൊടുങ്ങല്ലൂർ നഗരത്തിൽ കച്ചവടം ചെയ്യാൻ പെരുമാൾ രാജാവായ ഭാസ്കര രവി 10-ാം നൂറ്റാണ്ടിൽ നൽകിയ അവകാശത്തെയാണ് ജൂതശാസനം എന്നറിയപ്പെട്ടത്. CE 13-ാം നൂറ്റാണ്ടിൽ നെടിയിരുപ്പ് സ്വരൂപത്തിലെ സാമൂതിരി രാജാവ് മുച്ചുന്തി മുസ്ലിം പള്ളിക്ക് കുന്മംഗലത്ത് പുളിക്കൽ ഭൂമികൾ ചാർത്തി നൽകിയത് മുച്ചുന്തിപ്പള്ളി ശാസനം എന്നറിയപ്പെട്ടു. സാമൂഹിക നിയന്ത്രണങ്ങൾ. മധ്യകാലഘട്ടത്തിൽ സാമൂഹിക ബന്ധങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടായിരുന്നു. പെരുമാൾ കാലത്ത് നിലനിന്നിരുന്ന പെരുമാറ്റച്ചട്ടം മുഴിക്കുളം കച്ചം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മുഴിക്കുളം കച്ചം പ്രധാനമായിട്ടും ബാധകമായിരുന്നത് ബ്രാഹ്മണരും ക്ഷേത്രങ്ങളും അടങ്ങുന്ന സമൂഹത്തിനാണ്. പെരുമാൾ കാലത്തിന് ശേഷം കച്ചങ്ങൾ അപ്രത്യക്ഷമാവുകയും നാട്ടുനടപ്പുകളും നാട്ടാചാരങ്ങളും പ്രബലമാവുകയും ചെയ്തു. അവ കീഴ്മര്യാദ എന്നറിയപ്പെട്ടു. വിവിധ തരത്തിലുള്ള മര്യാദകൾ: ദേശമര്യാദ, തൊഴിൽ മര്യാദ, സ്വരൂപ മര്യാദ, ശുദ്ര മര്യാദ, തൊഴിൽ കൂട്ടങ്ങൾ പരസ്പരം പാലിച്ചിരുന്ന ജാതി മര്യാദ. നാടുവഴികളിലെ കാലത്തുണ്ടായിരുന്ന സത്യപരീക്ഷകൾ. വിഷപരീക്ഷ. വിഷപ്പാമ്പിന്റെ കൂട്ടിൽ കുറ്റം ചെയ്തയാളുടെ കൈ വയ്ക്കുന്നു. പാമ്പു കടിയേറ്റാൽ കുറ്റം ചെയ്തതെന്ന് കണക്കാക്കും. ജലപരീക്ഷ. മുതലയുള്ള കുളത്തിൽ കുറ്റം ചെയ്തയാളെ ഇറക്കുന്നു. മുതല പിടിച്ചാൽ കുറ്റം ചെയ്തു എന്ന് കരുതും. അഗ്നിപരീക്ഷ. തിളച്ച എണ്ണയിലോ നെയ്യിലോ കുറ്റാരോപിതന്റെ കൈവിരൽ മുക്കും. വിരൽ പൊള്ളിയാൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കണക്കാക്കും. അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന അഗ്നിപരീക്ഷയായിരുന്നു ശുചീന്ദ്രം കൈമുക്ക്. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാളാണ്. തൂക്ക് പരീക്ഷ. കുറ്റം ചെയ്തയാളെ ആദ്യം ത്രാസിലിരുത്തി തൂക്കിയ ശേഷം അയാൾ ചെയ്ത കുറ്റങ്ങൾ എഴുതിയ താളിയോല ദേഹത്ത് ചേർത്ത് വെച്ച് വീണ്ടും തൂക്കും. തൂക്കം ആദ്യത്തേതിനേക്കാൾ കൂടുതലായാൽ ശിക്ഷ ലഭിക്കും. നാടുവാഴികളുടെ കാലത്ത് തൂക്കുപരീക്ഷ ബ്രാഹ്മണർ അടക്കമുള്ള മേലാളന്മാർക്കാണ് നടത്തിയിരുന്നത്. മറ്റു പരീക്ഷകൾ അവർണഗണത്തിൽപ്പെട്ട ജാതി സമൂഹത്തിന് മൊത്തത്തിൽ ബാധകമായിരുന്നു. എല്ലാവർക്കും തുല്യനീതിയായിരുന്നില്ല മധ്യകാലത്തുണ്ടായിരുന്നത്. സവർണരും അവർണനും നൽകിയിരുന്ന ശിക്ഷകളിൽ ഏറ്റക്കുറച്ചിലുകളും ഉണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടോടെ ഏകീകൃത നിയമങ്ങൾ നിലവിൽ വന്നു. കാന്തള്ളൂർ ശാല. മധ്യകാല കേരളത്തിലെ വേദപഠന കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് ശാലകൾ എന്നാണ്. മധ്യകാല കേരളത്തിലെ പ്രധാനപ്പെട്ട ശാലയാണ് കാന്തള്ളൂർ ശാല. കരുനന്ദ അടക്കൻ എന്ന ആയി രാജാവിന്റെ കാലത്തിൽ നിലവിൽ വന്ന ശാലയാണ് കാന്തള്ളൂർ ശാല. ദേവങ്ങൾക്ക് പുറമെ ഭാഷ, വ്യാകരണം, തത്വചിന്ത, നിയമം, ശാസ്ത്രം, ആയുധവിദ്യ എന്നിവയായിരുന്നു ശാലകളിലെ പഠന വിഷയങ്ങൾ. മധ്യകാല കേരളത്തിലെ മറ്റു പ്രധാന ശാലകളാണ് പർത്തിവപുരം ശാല, തിരുവല്ല ശാല, മുഴിക്കുളം ശാല. ഭാഷ, സാഹിത്യം, കല, ശാസ്ത്രം. നമുക്ക് ആദ്യം ഭാഷയെക്കുറിച്ച് നോക്കാം. പ്രാചീന കാലത്ത് കേരളം തമിഴകത്തിന്റെ ഭാഗമായിരുന്നു. തമിഴിന്റെ സ്വാധീനം പ്രകടമായതും സംസ്കൃതം കലർന്നതുമായ രൂപത്തിലായിരുന്നു മധ്യകാലത്തിലെ മലയാള ഭാഷയ്ക്ക് ഉണ്ടായിരുന്നത്. 9-ാം നൂറ്റാണ്ട് മുതൽ വട്ടെഴുത്തിലെ എഴുതിയ ലിഖിതങ്ങളാണ് ഈ രീതിയിലുള്ള മലയാള ഭാഷ കാണുന്നത്. ഉദാഹരണം തരിസാപ്പള്ളി ലിഖിതം, തിരുനെല്ലി ലിഖിതമൊക്കെയാണ്. തരിസാപ്പള്ളി ലിഖിതങ്ങൾ. തരിസാപ്പള്ളി ലിഖിതം രചിക്കപ്പെട്ടത് CE 849 ആണ്. മധ്യകാല കേരളത്തിലെ പ്രചാരത്തിലുണ്ടായിരുന്ന വട്ടെഴുത്ത് ലിപിയിലുള്ളതാണ് തരിസാപ്പള്ളി ലിഖിതം. തരിസാപ്പള്ളി രേഖയിലുള്ളത് പെരുമാൾ രാജാവായ സ്ഥാണുരവിയുടെ 5-ാമത്തെ ഭരണവർഷത്തിൽ വേണാട് നാടുവാഴിയായ അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ഭൂമി ദാനം കൊടുക്കുന്നതിനുള്ള വിവരങ്ങളാണ്. അറബികളുടെ സ്വാധീനത്തിൽ കേരളത്തിൽ രൂപം കൊണ്ട വരമൊഴിയാണ് അറബി മലയാളം. 17-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കാസി മുഹമ്മദിന്റെ അറബി മലയാളത്തിൽ എഴുതിയ കൃതിയാണ് മുഹയുദ്ദീൻ മാല. സാഹിത്യം. മലയാളത്തിലെ ആദ്യകാല കൃതിയാണ് രാമചരിതം. രാമചരിതം രചിക്കപ്പെട്ട കാലഘട്ടം 12-ാം നൂറ്റാണ്ട്.
കൃഷ്ണഗാഥ രചിക്കപ്പെട്ട കാലഘട്ടം 15-ാം നൂറ്റാണ്ട്. ജ്ഞാനപ്പാന രചിച്ചത് പൂന്താനം. ജ്ഞാനപ്പാന രചിച്ച കാലഘട്ടം 17-ാം നൂറ്റാണ്ട്. മണിപ്രവാളം. മണിപ്രവാള സാഹിത്യകൃതികൾ രചിക്കപ്പെട്ട കാലഘട്ടം 14-ാം നൂറ്റാണ്ട്. സംസ്കൃതം ഇടകലർത്തി മലയാളത്തിൽ രചിച്ച സാഹിത്യകൃതിയാണ് മണിപ്രവാളം. മണിപ്രവാളത്തിൽ സന്ദേശകാവ്യങ്ങളും ചമ്പുകാവ്യങ്ങളും ഗദ്യവും പദ്യവും ചേർന്ന കാവ്യങ്ങൾ രചിക്കപ്പെട്ടു. പ്രധാന മണിപ്രവാള കൃതികളാണ് ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിയച്ചി ചരിതം, ചന്ദ്രോത്സവം, അനന്തപുര വർണ്ണനം, വൈശിക തന്ത്രം. മണിപ്രവാള കൃതികളുടെ രചന അവസാനിച്ച കാലഘട്ടം 15-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. 15-ാം നൂറ്റാണ്ടിലെ നിരണം കവികളിൽപ്പെട്ട രാമപ്പണിക്കർ അഥവാ കണ്ണശൻ മലയാളത്തിൽ എഴുതിയ രാമായണം, ഭാഗവതം, ശിവരാത്രി, മഹാത്മ്യം എന്നീ കൃതികളും മലയാള ഭാഷയുടെ വളർച്ചയിൽ പ്രധാനപ്പെട്ടതായിരുന്നു. കൃഷ്ണഗാഥ രചിച്ചത് ചെറുശ്ശേരിയാണ്. മലയാള ഭക്തി സാഹിത്യ കൃതികളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ജ്ഞാനപ്പാന, ശ്രീകൃഷ്ണ കർണമൃതം അത് എഴുതിയത് പൂന്താനം നമ്പൂതിരിയാണ്. ആധ്യാത്മരാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും രചിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. 18-ാം നൂറ്റാണ്ടിൽ മിഷണറിമാർ രചിച്ച കൃതികളാണ് സംക്ഷേപ വേദാർത്ഥം, അതിൻ്റെ ക്ലെമന്റ് പിയാനിയസ്, പുത്തൻപാന അർണോസ് പാത്തിരിയുടെ വർത്തമാന പുസ്തകം പാറമേക്കാൽ തോമാ കത്തനാറാണ് രചിക്കപ്പെട്ടത്. കല. മധ്യകാലത്ത് കേരളത്തിൽ രൂപം കൊണ്ട കലാരൂപങ്ങളാണ് മോഹിനിയാട്ടം, ചാക്യാർകൂത്ത്, ഓട്ടംതുള്ളൽ, കഥകളി, പടയണി, തെയ്യം, മാർഗംകളി, ഒപ്പന, പരിച, മുട്ടുകളി, ദഫ്മുട്ട്, കുടിയാട്ടം, ചവിട്ട് നാടകമൊക്കെ. 18-ാം നൂറ്റാണ്ടിലെ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകളും രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടും മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചു. വടക്കൻ പാട്ട്, തെക്കൻ പാട്ട് തുടങ്ങിയ വായ്മൊഴി പാട്ടുകളും മധ്യ കേരളത്തിൽ പ്രചരിച്ചു. വായ്മൊഴി പാട്ടുകൾ. വടക്കൻ പാട്ടുകൾ. പോർവീരന്മാരെ പ്രകീർത്തിക്കുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. തച്ചോളി മോദേനൻ എന്ന പേർ പോർവീരനെ പുകഴ്ത്തുന്ന തച്ചോളിപ്പാട്ടും ആരോമൽ ചേകവരെ പുകഴ്ത്തുന്ന പുത്തൂരം പാട്ടും ഇതിൽ പ്രധാനങ്ങളാണ്. തെക്കൻ പാട്ടുകൾ. ദേശചരിത്രം, വിവാഹം, ദേവതാ സങ്കല്പങ്ങൾ, പോർവീരരുടെ പ്രകീർത്തനങ്ങൾ, യക്ഷികൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ തെക്കൻ പാട്ടുകളിൽ വരുന്നുണ്ട്. ഇരവിക്കുട്ടി പിള്ളേരു പാട്ട്, പഞ്ചവങ്കാട്ട്, നീലപ്പാട്ട് തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. തോറ്റം പാട്ടുകൾ. തെയ്യം, തിറ തുടങ്ങിയ അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളാണ് തോറ്റം പാട്ടുകൾ. കൊയ്ത്ത് പാട്ടുകൾ അല്ലെങ്കിൽ ഞാറ്റുപാട്ടുകൾ എന്ന് പറഞ്ഞാൽ കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നവർ കൂട്ടമായിട്ട് പാടിയിരുന്ന പാട്ടുകളാണ്. പടപ്പാട്ടുകൾ. പട നയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ട പാട്ടുകളാണ്. ശാസ്ത്രം. ആയുർവേദം, ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം, വാസ്തുശാസ്ത്രം തുടങ്ങിയ മേഖലകളിലും മധ്യകാലത്ത് പുരോഗതി ഉണ്ടായി. മധ്യകാലത്തിൽ പ്രധാന ഗണിതശാസ്ത്ര പണ്ഡിതന്മാരാണ് ശങ്കരനാരായണൻ, സംഗമ ഗ്രാമ മാധവൻ, വടശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠ സോമയാജി തുടങ്ങിയവർ. മാധവൻ, വടശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠൻ സോമയാജി തുടങ്ങിയവരുടെ സംഭാവനകൾ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന പേരിൽ പാശ്ചാത്യ ലോകത്തും പ്രസിദ്ധമായിട്ട് മാറി. സംഗമ ഗ്രാമ മാധവൻ 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ജ്യോതിശാസ്ത്ര ഗണിത ശാസ്ത്ര പണ്ഡിതനാണ് സംഗമ ഗ്രാമ മാധവൻ. ജന്മദേശം ഇരിങ്ങാലക്കുടയാണ്, തൃശ്ശൂരിൽ. ഗണിതശാസ്ത്രത്തിലെ അനന്ത ശ്രേണികളെ കണ്ടെത്തി പൈയുടെ വില കൃത്യപ്പെടുത്തി. ത്രികോണമിതിയിലും ബീജഗണിതത്തിലും അന്യൂനമായ സംഭാവനകൾ നൽകി. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് വേണുവാരോഹം. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ ഹിസ്റ്ററിയിലെ 7ാമത്തെ പാഠമായ കേരളം 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ എന്ന പാഠം ഇവിടെ പൂർത്തീകരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി
ശ്രമിക്കണമേ. ഏവർക്കും നന്ദി, നമസ്കാരം.